കേരളത്തിലെ ആദ്യത്തെ ഈ വിറ്റാറ ലോഞ്ച് നടന്നിരിക്കുന്നത് നമ്മുടെ കളമശ്ശേരി ഇൻഡസ് മോട്ടോഴ്സിൽ വെച്ചാണ്. നമ്മുടെ ബൈജു ചേട്ടനാണ് അതിന്റെ ഇനോഗ്രേഷൻ നടത്തിയത്. അങ്ങനെ നമുക്ക് ഈ വാഹനത്തിന്റെ വിശേഷങ്ങളൊന്ന് പെട്ടെന്ന് നോക്കിയേക്കാം. മാരുതി സുസുക്കിയുടെ ഈ വിറ്റാറ നമുക്ക് കാണുമ്പോൾ ആദ്യം തന്നെ ഹെഡ്ലൈറ്റ് തൊട്ട് തുടങ്ങാം. അതിന്റെ പാർക്ക് ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും കാണാൻ നല്ല രസമുള്ള 3 ഡോട്ട്സ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഇനി ഹെഡ്ലൈറ്റ് ഓൺ ആയിരിക്കുന്ന ഒരു കണ്ടീഷനിലാണെങ്കിലും കാണാൻ നല്ലൊരു ലുക്ക് തന്നെയാണ്. താഴോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കതിൻ്റെ 4 സെൻസേഴ്സ് കാണാൻ സാധിക്കും. പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ സാധിക്കും. അത് 4 വശത്തായിട്ട് നമുക്ക് വരുന്നുണ്ട്. അഡാസ് ഫീച്ചർ ഈ വാഹനത്തിൽ വരുന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ കൊടുത്തിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം. അതുപോലെ തന്നെ നമുക്ക് ഫോഗ് ലാമ്പ് കാണാൻ സാധിക്കും. LED ഫോഗ് ലാമ്പാണ് ഇവിടെ വരുന്നത്. ഹോൺ ആ സെയിം ടൈപ്പ് തന്നെയാണ് കണ്ടിട്ട് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ താഴെ നമുക്ക് ആക്റ്റീവ് എയർ ഡാംസ് എല്ലാം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു 360 ഡിഗ്രി ക്യാമറയും അതിൻ്റെ തൊട്ട് താഴെ അഡാസിൻ്റെ റഡാറും കാണാൻ സാധിക്കും. മെയിനിലായിട്ട് നമുക്ക് ക്യാമറയും കൂടെ വരുന്നുണ്ട്. ലെവൽ 2 അഡാസ് ആണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ചാർജിങ് യൂണിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ചാർജിങ് സോക്കറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. AC-യും DC-യും ചാർജർ ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വളരെ സിമ്പിളാണ്. ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് വേറെ ഇമ്പാക്റ്റോ കാര്യങ്ങളൊന്നും പെട്ടെന്നൊരു പ്രശ്നം വരുന്നില്ലെന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മിററിൻ്റെ താഴെ ഒരു 360 ഡിഗ്രി ക്യാമറ കാണാൻ സാധിക്കും. അതൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നല്ലൊരു മസ്കുലർ ഷേപ്പ് തന്നെയാണ് നമുക്ക് സൈഡിൽ, ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് റിക്വസ്റ്റ് സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡ്രൈവർ സൈഡിലും കോ ഡ്രൈവർ സൈഡിലും ഉണ്ട്. ബാക്കിലത്തെ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഹാൻഡിൽ മേളിലത്തെ പോർഷനിലായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റാർക്ക് ഫിൻ ആൻറ്റിനയും കാണാൻ സാധിക്കും. നമുക്ക് ബാക്കിലത്തെ പോർഷനിലോട്ട് പോകുമ്പോൾ ടെയിൽ ലൈറ്റ് കാണുമ്പോൾ കുറേ നല്ലൊരു വെറൈറ്റി പോലെ ഒരു 3 ഡോട്ട് ടൈപ്പ് അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ടൈപ്പ് പോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും അതും ഒരു നല്ല ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടയറിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 225 55 R18 വരുന്നത്. 98V ആണ് വരുന്നത്. അതായത് 250 കിലോ 240 കിലോമീറ്റർ സ്പീഡുമാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറുന്ന സമയത്ത് ഫസ്റ്റ് നമ്മുടെ കണ്ണിൽ പെടുന്ന ഈ ഒരു സീറ്റ് തന്നെയാണ്. സീറ്റിൽ നമുക്ക് 10-way ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ടൈപ്പാണ്. താഴോട്ട് പോകാനും അതുപോലെ തന്നെ ഹൈറ്റ് മേലോട്ട് ആക്കാനും താഴത്തെ സീറ്റിൻ്റെ പോർഷൻ ഫ്രണ്ടിലോട്ടും താഴോട്ടുള്ള ആംഗിൾ ഡിഫറൻസ് വരുത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ റിക്ലൈനിങ് ഓപ്ഷന് വേണ്ടി ചാരിൻ്റെ റിക്ലൈനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ ആ സ്വിച്ച് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലംബർ സപ്പോർട്ടായിട്ടുള്ള സെൻറ്റർ പോർഷനിൽ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാകുന്നതായിരിക്കും. ഏതായാലും അതും നല്ലൊരു ഫീച്ചർ. ഏതായാലും 10-way അഡ്ജസ്റ്റബിൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമ്മുടെ ഡ്രൈവർ സൈഡിലെ ഡോറിലോട്ട് കയറി അടച്ചു കഴിയുമ്പോഴത്തേക്ക് ആംബിയൻ ലൈറ്റ് ഒക്കെ കാണാൻ സാധിക്കും. മൾട്ടി ആംബിയൻ ലൈറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ സ്വിച്ചസ് എല്ലാം മാറിയിട്ടുണ്ട്. മാരുതിയുടെ പഴയ ലുക്കെല്ലാം മാറി. ഇപ്പം മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റൈറ്റും ലെഫ്റ്റും അതിൻ്റെ ആംഗിൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോൾഡ് ചെയ്യണോ എങ്ങനെ ഫോൾഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള സ്വിച്ച് ഇവിടെയുണ്ട്. ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ സ്വിച്ച് നമുക്ക് കാണാൻ സാധിക്കും. 4 പവർ വിൻഡോസും അപ്പ് ആൻഡ് ഡൗൺ, ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഫീച്ചർ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് 1 ടച്ച് തന്നെയാണ്. അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ലോക്ക് സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമുക്ക് വാഹനത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2 സ്ക്രീൻസ് കാണാൻ സാധിക്കും. 10.2 ഇഞ്ചിൻ്റെ MIDയും 10 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡോറിൽ വരുന്ന സ്പീക്കേഴ്സും കൊണ്ടൊന്ന് നോക്കിപ്പോകാം. ഇൻഫിനിറ്റി ബൈ ഹാർമൻ്റെ സ്പീക്കേഴ്സാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. ഏതായാലും അതും കാണാൻ നല്ല ഗുമ്മുണ്ട്. AC വെൻ്റൊക്കെയാണല്ലോ ഒരു വെറൈറ്റി ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു 7 എയർ ബാഗ് വരുന്നുണ്ട്. നീ എയർ ബാഗും കൂടെ നമുക്ക് ഈ ഒരു മോഡൽ വരുന്നുണ്ട്. അതുകൊണ്ട് മാരുതിയുടെ ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് 7 എയർ ബാഗ് വരുന്ന ഒരേ ഒരു മോഡൽ ഈ ഒരു മോഡലാണ്. അതുപോലെ തന്നെ MID നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് ചെറുതായി പോയെന്നൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ മേളത്തെ ആ ഒരു പോർഷൻ അതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്ന. ഓട്ടോ ഹെഡ് ലാംപ്സ് നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ലെയിൻ കീപ്പ് അസിസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഒരു ഡ്യുവൽ സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് കിട്ടുന്നത്. മേളിലും താഴെയായിട്ട് ഫ്ലാറ്റ് ബോട്ടം ടൈപ്പ് തന്നെയാണ്. കാണാൻ നല്ല അടിപൊളി ഫീലാണ്. അതുപോലെ നമ്മുടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. കീ ഇല്ലാത്തതുകൊണ്ട് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നും സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്കിനി സെൻട്രൽ കൺസോളിലോട്ട് പോകുകയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ സെൻട്രലത്തെ ഏരിയയിലോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു സ്വിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സ്റ്റീരിയോയുടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏതായാലും നല്ല അടിപൊളി ഫീലാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഒരു വെറൈറ്റി തന്നെയാണ്. മാരുതിയിൽ ഈ ഒരു മോഡലൊക്കെ വന്നു തന്നെ ഫസ്റ്റ് സെഗ്മെൻ്റ് ആണെന്ന് പറയാം. പിന്നെ ഒരു ടോഗിൾ സ്വിച്ചസ് ഒക്കെ കാണാൻ സാധിക്കും. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള മോഡൽ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹസാർഡ് സ്വിച്ചും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ലൊരു വെറൈറ്റി തോന്നുന്നുണ്ട്. ഒരു ഡ്യുവൽ ടോൺ തന്നെ നമുക്ക് ഡാഷ്ബോർഡിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഫ്ലോട്ടിംഗ് ടൈപ്പ് ട്വിൻ ഡെക്ക് ഫ്ലോട്ടിംഗ് കൺസോൾ വിത്ത് ഷിഫ്റ്റ് ബൈ വയർ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൊട്ട് താഴോട്ട് പോകുമ്പോൾ 2 USB നമുക്ക് കാണാൻ സാധിക്കും. ഒരു USB A ടൈപ്പും ഒരു USB C ടൈപ്പും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് സോക്കറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. 12 വോൾട്ടിൽ ഒരു ചാർജിങ് സോക്കറ്റ് ഔട്ടുണ്ട്. താഴെ എന്തെങ്കിലും വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാൻ. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ
മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, വയർലെസ് ചാർജിങ്. ഇത് പാർക്ക് ഇടാൻ വേണ്ടി പാർക്ക് മോഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇനി ഡ്രൈവ് മോഡ് ഇടണമെന്നുണ്ടെങ്കിൽ താഴോട്ട് പ്രസ് ചെയ്തിട്ട് തിരിച്ചാൽ ഡ്രൈവ് മോഡ്, താഴോട്ട് പിടിച്ച് ലെഫ്റ്റോട്ട് തിരിച്ച് റിവേഴ്സ് മോഡാണ്. പിന്നെ ന്യൂട്രൽ, ഇത് ഡ്രൈവ് മോഡ് ഏത് വേണമെന്നുള്ള സെറ്റ് ചെയ്യാം. റീജൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്നോയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ അത് ഓക്കെയാണ്. പിന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഇതും അസിസ്റ്റ് അല്ലെങ്കിൽ ഹോൾഡ് അസിസ്റ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആംറസ്റ്റിൻ്റെ താഴെ കുറച്ച് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു ആംറസ്റ്റ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ റിയർ വ്യൂ മിറർ കാണാൻ സാധിക്കും. അത് ഇലക്ട്രിക്കൽ ടൈപ്പ് തന്നെയാണ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ റിയർ വ്യൂ മിററാണ് നമുക്ക് വരുന്നത്. അതിൻ്റെ തൊട്ട് ബാക്ക് സൈഡിൽ അഡാസിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ നമുക്കൊരു സൺറൂഫ് കാണാൻ പറ്റും, പക്ഷേ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് അല്ല. അതുകൊണ്ട് വേറെ സ്വിച്ചസോ കാര്യങ്ങളോ അതിന് വേണ്ടി കൊടുത്തിട്ടില്ല. ജസ്റ്റ് നമുക്ക് ഇവിടെ കുറച്ച് ലൈറ്റ്സിൻ്റെ ഒക്കെ സ്വിച്ച് മാത്രമാണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ SOSൻ്റെ സ്വിച്ചും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സൺറൂഫ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാൻ സാധിക്കും. വെട്ടോ കാര്യങ്ങളൊന്നും കയറത്തില്ല. ഫുൾ ബ്ലാക്ക് ആണ് നമ്മുടെ തീം വരുന്ന അകത്തുള്ള തീം. ഇനിയിപ്പോൾ നമ്മുടെ സൺഷെയ്ഡും താത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു നല്ല ഗ്ലാസ് വരുന്നുണ്ട്, പക്ഷേ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്ന ഒരു സജഷൻ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നമ്മുടെ കോ ഡ്രൈവർ സൈഡിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കാല് ഗ്ലോ ബോക്സ് തുറക്കുമ്പോൾ മുട്ടുമോ എന്നുള്ള. ജസ്റ്റ് ഞാൻ തുറന്നു നോക്കുകയാണ്. നല്ലൊരു ലൈറ്റ് അതിനകത്ത് കാണാൻ സാധിക്കും. കാലെ തട്ടുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ആ ഒരു കാര്യത്തിൽ മാരുതി ആ ഒരു കാര്യം കീപ്പ് ചെയ്യുന്നുണ്ട്. വയർലെസ് ചാർജർ നമുക്കിവിടെ കാണാൻ സാധിക്കും, അത് അടിപൊളിയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ഇൻഫിനിറ്റിയുടെ ഡിസ്പ്ലേ നമുക്ക് അങ്ങറ്റം വരെ കാണാൻ സാധിക്കും. നല്ലൊരു ഗുമ്മ ഫീൽ തന്നെയാണ്. മാരുതിക്ക് ഫസ്റ്റ് ആണ്. ഇതുപോലെ ലെഫ്റ്റ് സൈഡിലുള്ള സൺവൈസറിൻ്റെ ഇതും കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ലൈറ്റ് ഇല്ല, പക്ഷേ ഗ്ലാസ് മാത്രം നമുക്ക് വരുന്നുള്ളൂ. ഇനി ബാക്കി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ തൈ സപ്പോർട്ട് കുറവാണ്, നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ. താഴെ ബാറ്ററി പാക്ക് വരുന്നുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ഡോറിൻ്റെ സൈഡ് നമ്മൾ തുറക്കുമ്പോൾ പവർ വിൻഡോയുടെ സ്വിച്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അകത്തോട്ടിരുന്ന് നോക്കി ഫ്രണ്ടിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു മാരുതി വാഹനമാണെന്ന് ഒരിക്കലും പറയത്തില്ല, കാരണം അതുപോലെ ഒരു ഫീലാണ് നമുക്ക് ബാക്കിൽ നോക്കുമ്പോൾ കിട്ടുന്നത്. അതുപോലെ നമ്മൾ ഈ ഇരിക്കുന്ന ഒരു സീറ്റ് ശരിക്കും റിക്ലൈൻ ചെയ്യാനും സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് റീഡിംഗ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ റിയർ സീറ്റ് എൻറ്റയർലി മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ ശരിക്കും 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് നമുക്ക് റിയറിൽ കിട്ടുന്ന. 3 ഹെഡ് റെസ്റ്റും വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റിലൊരു പ്രത്യേകതയുണ്ട്, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ സെൻറ്ററിൽ വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും നമ്മൾ 60-40 സ്പ്ലിറ്റാന്ന് പറയുന്നെങ്കിൽ പോലും ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു 40-20-40 സ്പ്ലിറ്റ് ആണ് കിട്ടുന്നത്. അതായത് ഈ 20 എന്ന് പറയുന്നൊരു പോർഷൻ നമുക്ക് മറിക്കാൻ സാധിക്കും. അത് മറിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ആംറസ്റ്റ് ആണ്, കപ്പ് ഹോൾഡർ ആണ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ബാക്കിലോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നേരെ ബൂട്ടിലോട്ട് സാധനം വെക്കാനും സാധിക്കും. അതൊരു അടിപൊളി ഫീച്ചറാണ് എനിക്ക് തോന്നിയായിരുന്നു. കാരണം നമ്മുടെ ക്യാമറയ്ക്കൊക്കെ വരുന്ന അതേ സെയിം ഫീച്ചർ അല്ലെങ്കിൽ ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയായിരുന്നു ഇതുപോലെ ഇരുന്നപ്പോൾ. അങ്ങനെ എൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടപ്പം കുറേ പേർക്കെങ്കിലും തോന്നിക്കാണ് ഇതെന്താ ഇങ്ങനെ ഒരു വീഡിയോ എന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ഞാനൊരു 3-4 ദിവസമായിട്ട് സ്ഥലത്തില്ലായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്കാണ് എനിക്കൊരു കോള് കിട്ടിയത്. അതായത് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയത്. ഒരു പ്രോഗ്രാം ഇങ്ങനെ നടക്കുന്നുണ്ട്, അവിടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയത്. അതുകൊണ്ട് സന്തോഷത്തോടെ ഓടിപ്പടിച്ച് പോകുമായിരുന്നു. ക്യാമറയോ കാര്യങ്ങളോ ഒന്നും തന്നെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഫോണിലായിരുന്നു ഈ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്തത്. അതിൻ്റേതായ കുറച്ച് പോരായ്മ ഉണ്ടെന്ന് എനിക്ക് അറിയാം. എന്നാലും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഈ ഒരു വാഹനം ഇനി ഓൺ റോഡിൽ വരുന്ന സമയത്ത് അഥവാ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഓക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ കൂടെ ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഇതിനകത്ത് എന്തെങ്കിലും കുറ്റോ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. എന്തെങ്കിലും നിങ്ങളുടെ കമൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് കമൻറ്റായിട്ട് കൊടുക്കുക.